ഇലക്ട്രിക് വണ്ടിയും സർവീസ് സെന്ററിൽ പിടിച്ചു പറയും. പോഡ് വിത്ത് സ്റ്റാജൻ ഈ ആഴ്ചത്തെ EV ടോക്സിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് വണ്ടിയും സർവീസ് സെന്ററിൽ പിടിച്ചു പറയും. ഞാനിനി പറയാൻ പോകുന്ന കാര്യം കുറച്ച് തമാശയും എന്നിരുന്നാൽ കുറച്ചധികം നമുക്ക് ആത്മരോഷവും വരുന്നൊരു കാര്യമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ EV കാർ വന്നിട്ട് സർവീസ് സെന്ററിൽ കൊണ്ടുപോയി കൊടുത്തപ്പോൾ പിന്നീട് എനിക്ക് ബില്ല് വന്നപ്പോൾ എന്നോട് ചോദിക്കാതെ അവർ കുറേ ആഡ് ഓൺ സർവീസുകൾ അങ്ങ് ചെയ്തു വെച്ചിരിക്കുകയാണ്. 3M എന്തൊക്കെയോ, അതേപോലെ AC വെന്റ് ക്ലീൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അതതിൻ്റെ ഒരു 5000 കിലോമീറ്റർ മുമ്പ് ചെയ്തിരുന്നു എന്നുള്ളതാണ് തമാശ. അപ്പോൾ അതെന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അവർ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ആഡ് ഓൺ ഒരു 1500 നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനായ രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. നമ്മൾ EV പലപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ കരുതുന്നതെന്ന് വെച്ചാൽ സർവീസ് സെന്ററിൽ നിന്ന് സർവീസ് ചാർജിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം എന്നുള്ളൊരു ഉദ്ദേശം കൂടി ഉണ്ടല്ലോ. പക്ഷെ ഈ സർവീസ് ചെയ്യുന്ന കമ്പനികൾ നമ്മളിൽ നിന്ന് എങ്ങനെ പൈസ പിടിച്ചു പറിക്കാം എന്ന് നോക്കുന്ന രീതിയിലുള്ളൊരു പ്രവണത കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്ര ഒരു വീഡിയോ ചെയ്യാൻ വന്നത്. ഇപ്പോൾ ഒരു കാര്യം അതോടൊപ്പം തന്നെ ഉണ്ടായൊരു സംഭവം ഞാൻ പറയാം. എൻ്റെ വണ്ടിയുടെ ലോവർ ആം ബുഷോ മറ്റോ ക്രാക്ക് ആയിട്ടുണ്ട്, അത് മാറ്റണം, അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും, ടയറിനെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സർവീസ് അഡ്വൈസർ എന്നോട് സംസാരിച്ചു. എനിക്കൊരു സംശയം തോന്നി. കാരണം ഒരു അസാധാരണമായ ശബ്ദമോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളോ ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് ഉണ്ടായിട്ടില്ല. ടയർ തേമാനമില്ല, അലൈൻമെന്റ് ഞാൻ അടുത്തിടെ ചെക്ക് ചെയ്തതാണ്. അപ്പോൾ അതിനൊന്നൊരു പ്രശ്നം കാണുന്നില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സംശയം തോന്നി. അപ്പോൾ നമ്മൾ ഈ ചില ഹോസ്പിറ്റലിൽ, വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ഉടനെ സർജറിയും ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നോക്കുന്നത് നല്ലതാണെന്ന്. ഞാനൊരു സെക്കൻഡ് ഒപ്പീനിയനെ വേറെ സ്ഥലത്ത് കൊണ്ടുപോയി അതൊരു ടയർ അലൈൻമെന്റ് ഷോപ്പായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ റെഗുലറായിട്ട് ചെയ്യുന്ന സ്ഥലമാണ്. അവിടെ അത്ര ടെക്നീഷ്യനോട് ചോദിച്ചു എന്തെങ്കിലും ബുഷിനോ എന്തെങ്കിലും പ്രശ്നങ്ങളോ സംഭവം ഉണ്ടോ, കുറച്ച് ഫോട്ടോ ഒക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞു. ആൾ പറഞ്ഞു ഒരു പ്രശ്നമില്ല സാറേ, ഒരു കുഴപ്പമില്ല, അലൈൻമെന്റിൽ ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് എന്നെ ചതിക്കാൻ നോക്കിയതല്ലേ എന്നൊരു ചിന്ത എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഉണ്ടായി. അപ്പോൾ എനിക്ക് തോന്നി ഇത്തരം അനുഭവങ്ങൾ നമ്മൾ EV യൂസേഴ്സിന് പലർക്കും ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഞാൻ കമ്മ്യൂണിറ്റിയിൽ നോക്കുമ്പോൾ കാണുന്നു. പലരും ഓരോ പ്രാവശ്യത്തെ 20,000 കിലോമീറ്ററിൽ 30,000 കിലോമീറ്ററിലേക്ക് ബില്ല് പോസ്റ്റ് ചെയ്യും. ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു 6,000 രൂപയാണെങ്കിൽ അടുത്ത വേറെ സർവീസ് സെന്ററിൽ വേറെ ആൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സെയിം സർവീസിന് ഒരു 3,000 ഒക്കെയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കി വരുമ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ഒരുപാട് സർവീസ് 3,000 ആവശ്യമില്ലാത്തതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ 6,000 വേറെ കുറേ സംഭവങ്ങൾ ആഡ് ഓൺ ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നു. ഈ IC എൻജിൻ കാറുകൾ സർവീസ് ചെയ്യുന്ന സർവീസ് സെന്ററുകൾക്ക് സ്ഥിരമായിട്ട് ഈ ഓയിൽ ചേഞ്ച് പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ പോയാലും ഒരു 10,000 രൂപയോളം ഒരു സർവീസിൽ വാങ്ങിക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരുന്നു. മാത്രമല്ല 5,000 കിലോമീറ്റർ ഇന്റർവെല്ലിലേക്ക് വരും ചെയ്യും. ആ ഒരു സംവിധാനം ഇപ്പം ഇവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ സത്യത്തിൽ EV ഉപയോഗിക്കുന്ന EVയുടെ അഡ്വാൻറ്റേജ് അനുഭവിക്കുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാരെ ഇവർ ചൂഷണം ചെയ്യാൻ ഇങ്ങനെ കുറേ സർവീസുകൾ ആഡ് ഓൺ ചെയ്യുന്നില്ലേ എന്നാണ് എൻ്റെ സംശയം. പ്രേക്ഷകർക്കുള്ള അനുഭവങ്ങൾ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാം. നമ്മൾ കമ്പനി പറഞ്ഞിരിക്കുന്ന സർവീസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള സർവീസ് അല്ലാതെ എന്ത് നമ്മളുടെ വണ്ടിയിൽ ചെയ്യുമ്പോഴും അവർ നമ്മളോട് ഒരു കൺസേൺ ചോദിക്കണ്ടേ, നമ്മളോട് പറയണ്ടേ ഇന്ന സർവീസ് ചെയ്യണം, അതിന് ഇന്ന കോസ്റ്റ് ആയിരിക്കും. ചില സർവീസ് സെന്ററുകൾ പറയുന്നുണ്ട്, പക്ഷെ ഭൂരിഭാഗം സർവീസ് സെന്ററുകളും ഇത് അവഗണിക്കുകയും കസ്റ്റമർ അവിടെ വരുമ്പോൾ ആ ലോഞ്ചിലേക്ക് ഇരുന്ന് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്ന സമയത്ത് വന്നിട്ട് അവർ വളരെ പൊളൈറ്റായിട്ട് നമ്മളോട് സംസാരിച്ചിട്ട് നമ്മുടെ ഇന്ന് പൈസ അടിച്ചു മാറ്റല്ലേ ചെയ്യുന്നത്. ഈ ബുഷ് മാറ്റണം എന്ന് പറഞ്ഞ് എന്നോടൊരു ഏകദേശ ചെലവ് പറഞ്ഞത് ഒരു 6,000 മുകളിലാണ്. ഞാനിത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഈ എമൗണ്ട് എന്നിൽ നിന്ന് പോകില്ലേ? നമുക്ക് എങ്ങനെയാണിത് ഉറപ്പാക്കാൻ പറ്റുന്നത്? ഇതിനെന്താണ് ഒരു ട്രാൻസ്പെറൻസി ഉള്ളത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? എന്നെ കമ്പനിയിൽ നിന്ന് സർവീസ് സെന്ററിലെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് വിളിച്ചപ്പോൾ ഞാൻ ഈ എല്ലാ പ്രശ്നങ്ങളും അവരോട് പറഞ്ഞു. ഇന്ന കാര്യങ്ങളൊക്കെ അവരോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഈ കേൾക്കുന്നത് വല്ല AI ആണോ എന്ന് എനിക്കറിയില്ല. മനുഷ്യനാണെങ്കിൽ ഒരു വികാരമില്ലാതെ അദ്ദേഹം ഐ ആം സോറി അളിയ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. കാരണം അവർക്കൊന്നും ഇതിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അത് നമ്മൾ ഏത് കാർ മേക്കറാണ് അവർക്ക് ഇമെയിൽ അയക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രൊഫൈലിൽ Xൽ പോയിട്ട് നമ്മൾ പ്രതികരിക്കുക. ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ബെറ്റർ ആവുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ മാനുഫാക്ചേഴ്സ് പ്രത്യേകിച്ചും, അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കാർ മാനുഫാക്ചേഴ്സ് പ്രത്യേകിച്ചും നമ്മളെ ഗിനിപ്പന്നിയായിട്ടാണ് കാണുന്നത്. നമ്മളിലൂടെയാണ് അവർ ടെക്നോളജി പഠിക്കുന്നത്. നമ്മളെ പരീക്ഷിച്ച്
ഇപ്പോഴും 10ന്റെ സ്പാനർ കൊണ്ടു നടക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് EV കമ്മ്യൂണിറ്റി എന്ന് നിങ്ങൾക്കറിയാലോ. നമ്മൾ ഒരു സർവീസ് സെന്ററിൽ ചെല്ലുമ്പോൾ ആ കമ്പനി പറഞ്ഞിരിക്കുന്ന, കാർ മാനുഫാക്ചർ പറഞ്ഞിരിക്കുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള, എസെൻഷ്യൽ ആയിട്ടുള്ള അവരുടെ സർവീസ് മാനുവലിൽ പറഞ്ഞിരിക്കുന്ന സർവീസുകൾ നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. അതല്ലാതെ നമ്മളൊരു ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞ് ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള കുറേ സാധനങ്ങൾ, ഫലൂദ, ഐസ്ക്രീം, രസഗുള, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ആഡ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഏറ്റവും അതെല്ലാം ചേർത്തൊരു ബില്ല് പറഞ്ഞങ്ങനെ ഇരിക്കും. അതാണ് പലപ്പോഴും സർവീസ് സെന്ററിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നത്. ഞാൻ മുൻ പറഞ്ഞ കാര്യം അതിനെ കണക്ട് ചെയ്തിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. സാധാരണ ഒരു IC എഞ്ചിൻ കാറ് സർവീസിന് ചെല്ലുമ്പോൾ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ട്. ഫിൽറ്റർ മാറ്റണം, ഓയിൽ മാറ്റണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മെയിൻ്റനൻസ് ഇനത്തിൽ തരക്കേടില്ലാത്തൊരു തുക അവർക്ക് വാങ്ങിക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ മുന്നേ എൻ്റെ IC എഞ്ചിൻ വണ്ടികൾ കൊണ്ടു കൊടുക്കുമ്പോൾ ഒരു 5,000 to 10,000 5000 കിലോമീറ്ററിൽ ഡീസലൊക്കെ ആണെങ്കിൽ വരും. പല ബ്രാൻഡുകൾക്കനുസരിച്ച് അത് ഭയങ്കര മാറ്റം വരും. ഇന്ന് ആ വരുമാനം സർവീസ് സെന്ററുകൾക്ക് EVയിൽ കാര്യമായിട്ടില്ല. അപ്പോൾ ഇവർ ഈ പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ നമ്മളെ ചൂഷണം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയൊരു പ്രധാന കാര്യം. പിന്നെ മറ്റൊരു കാര്യത്തിൽ എനിക്ക് സംശയമുള്ളത് എന്താ വെച്ചാൽ, ഈ പല സർവീസ് സെന്ററിലും കൃത്യമായ ഒരു EV ടെക്നീഷ്യൻ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട്. കാരണം ഈ പണ്ടത്തെ IC എഞ്ചിൻ സർവീസ് ചെയ്ത് പഠിച്ചിട്ടുള്ള പലരെയും EVയിലേക്ക് മാറ്റിയിട്ട്, ഈ ഹൈ വോൾട്ടേജ് വണ്ടിയിലേക്ക് മാറ്റിയിട്ട് അവർ ഈ സ്പാനറൊക്കെ ആയിട്ട് അതിൻ്റെ ചുറ്റുവട്ടത്ത് കറങ്ങി നടക്കുന്ന പോലെയുള്ള അനുഭവങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് EV ടെക്നീഷ്യന്മാർ വളരെ കുറവാണ്. ഞാൻ ഒരിക്കൽ വണ്ടി വന്നിട്ട് സർവീസിന് കൊടുക്കാൻ വേണ്ടി ബുക്ക് ചെയ്ത്, ആപ്പ് വഴി ബുക്ക് ചെയ്തിട്ട് അവിടെ ചെല്ലാൻ ശ്രമിച്ചപ്പോൾ എന്നെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇന്ന് ടെക്നീഷ്യൻ ഇല്ല, അവധിയാണ്, പനിയാണ്, അതുകൊണ്ട് ഒരു 3-4 ദിവസത്തേക്ക് അങ്ങോട്ട് തള്ളി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇത് ഒരു ടെക്നീഷ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്, സർവീസ് സെൻറ്റർ? അപ്പോൾ അതാണെങ്കിൽ നമ്മൾ ഇത്രമാത്രം EV പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ പ്രോപ്പറായിട്ടുള്ള സർവീസ് നമുക്ക് തരാൻ പറ്റുന്നുണ്ടോ? അതൊരു ചോദ്യമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സർവീസ് സെൻ്ററുകളിൽ കൃത്യമായി ട്രെയിനിങ് ഇല്ലാതെ ടെക്നീഷ്യന്മാരുണ്ടാകുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? അവർ കൃത്യമായ കാരണം അതിൻ്റെ കണ്ടെത്തുന്നില്ല. ബിക്കോസ് ഇത് സോഫ്റ്റ്വെയർ ബേസ്ഡ് ആണ്, അതുപോലെ ഹൈ വോൾട്ടേജ് ഉള്ള സംഭവങ്ങളാണ്, ന്യൂ ഏജ് ടെക്നോളജിയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ പോളിടെക്നിക്കിൽ ഒന്നും ഇത് പഠിപ്പിക്കുന്നില്ല. EV ഇപ്പോഴല്ലേ ചിലയിടത്തൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയത് തന്നെ. അപ്പോൾ ഈ ടെക്നീഷ്യന്മാരൊക്കെ വന്നിട്ട് കമ്പനിയുടെ ട്രെയിനിങ് ഒക്കെ കിട്ടി, ഒരു ബേസിക് ട്രെയിനിങ് കിട്ടി വന്നിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഒരേ സംഭവത്തിൽ എനിക്ക് 2 ടെക്നീഷ്യന്മാരേക്ക് ഇന്ന് 2 ഒപ്പീനിയൻ കിട്ടി. ഓക്കെ, അത് ഒരു വണ്ടിയുടെ ചാർജിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പക്ഷെ 2 സ്ഥലത്തെ സർവീസ് സെന്ററിൽ നിന്ന് 2 ഒപ്പീനിയനാണ് ടെക്നീഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത്. മൂന്നാമതൊരു ഒപ്പീനിയൻ എനിക്ക് കിട്ടി. അത് എവിടെ നിന്നാണെന്ന് അറിയാമോ? എൻ്റെ ഈ വണ്ടികൾ യൂസ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന്. ആ കമ്മ്യൂണിറ്റിയിൽ സിമിലർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ 3-4 പ്രാവശ്യം റിപ്പോർട്ട് ചെയ്ത് ഞാൻ ശ്രദ്ധിച്ചു. അവരെ ഞാൻ കണക്ട് ചെയ്തു, ഇതെങ്ങനെയാണ് നിങ്ങൾ ഇത് റെക്ടിഫൈ ചെയ്തതെന്ന്. മൂന്നാമത്തെ കാരണമായിരുന്നു കൃത്യമായിട്ടുള്ള കാരണം. അതിൻ്റെ പുറത്ത് അത് സർവീസ് ചെയ്താൽ മതി എന്ന് ഞാൻ അവരോട് അഡ്വൈസ് ചെയ്യുന്ന രീതിയിലേക്ക് എനിക്ക് പറയാൻ പറ്റി. അതുകൊണ്ട് തന്നെ എൻ്റെ കംപ്ലൈൻറ്റ് മാർക്ക് കിട്ടി. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്, സത്യത്തിൽ ഈ ടെക്നീഷ്യന്മാർ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആണോ? അല്ല, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. ഈ പഴയ കാർബറേറ്റർ ക്ലീൻ ചെയ്യലും അല്ലെങ്കിൽ എഞ്ചിൻ ഓയിൽ മാറ്റലും അല്ല ഇന്നത്തെ സർവീസ് എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയറും ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈ വോൾട്ടേജ് ബാറ്ററിക്ക് ഇരിക്കുന്ന ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കലിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഐഫോണൊക്കെ പോലെ ഒരു ഡിവൈസായിട്ട്, നമ്മുടെ ഒരു സ്മാർട്ട് പ്രൊഡക്റ്റായിട്ട് ഇന്നിനി നമ്മൾ EV കാറിനെ കാണണ്ടേ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് സത്യത്തിൽ വാറണ്ടി എന്ന് പറഞ്ഞൊരു സംഭവം. വാറണ്ടി സത്യത്തിൽ വളരെ ആശ്വാസമാണ്, ഒരു സംശയവുമില്ല. പക്ഷെ വാറണ്ടി ഇപ്പോൾ നമ്മൾ നേർക്ക് പോകുന്ന ഒരു വാളായി മാറുന്നില്ലേ എന്നൊരു ചോദ്യം എനിക്കുണ്ട്. ഇലക്ട്രിക് വണ്ടികളെല്ലാം 8 വർഷം തൊട്ട് 15 വർഷം ലൈഫ് ലോങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാറണ്ടികളാണല്ലോ കൊടുക്കുന്നത്. ഈ വാറണ്ടികൾക്ക് കൃത്യമായ ഇൻ്റർവെല്ലിൽ നമ്മൾ ചെന്നില്ലെങ്കിൽ ഇവരപ്പോൾ വിളിക്കും. നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകണോ, എങ്ങോട്ട് പോകണോ എന്നുള്ളത് തുടങ്ങി, നമ്മുടെ കിലോമീറ്റർ എത്രയാണ്, നമ്മൾ എത്ര പ്രാവശ്യം ഇന്ന ചാർജിങ് നടത്തി, എത്ര DC നടത്തി, എത്ര AC നടത്തി, തുടങ്ങിയ എല്ലാ ഡാറ്റകളും ഇവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? വണ്ടിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമ്മുടെ GPS ട്രാക്കിംഗ് ആയിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ 10,000 കിലോമീറ്ററിന് 9,800 കിലോമീറ്റർ ആകുമ്പോൾ തന്നെ വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് വിളിക്കും. അപ്പോൾ ഈ വാറണ്ടി നമ്മൾ കൃത്യമായിട്ട് ചെല്ലുന്നില്ലെങ്കിൽ ഇവർ വാറണ്ടി കട്ട് ചെയ്യും. ഓക്കെ, പക്ഷേ നമ്മൾ 8 വർഷം അല്ലെങ്കിൽ 15 വർഷം ഇവർ കരുതുന്നത് നമ്മൾ ഇവരുടെ അടിമയാണെന്നാണോ? നമ്മളെ സ്ലേവ് ആക്കാമെന്നാണോ ഇവർ കരുതുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ 10,000 കിലോമീറ്ററിൽ ഓരോ സർവീസിൽ
ഇവർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 3000 രൂപ വെച്ചിട്ട് അഡീഷണൽ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 1,00,000 കിലോമീറ്ററിൽ അത് 30,000 രൂപയായില്ലേ? അപ്പോൾ ഇങ്ങനെ ഇതൊരു 2 ലക്ഷം 3 ലക്ഷമൊക്കെ സർവീസ് കൊടുക്കുന്ന, മീൻസ് കിലോമീറ്റർ വാറണ്ടി കൊടുക്കുന്ന കമ്പനികൾ, സർവീസ് സെന്ററുകൾ ഇങ്ങനെ നമ്മളെ ഒരു ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയിൽ കൊണ്ടുവരുന്നില്ലേ? എനിക്ക് 2-3 കാര്യങ്ങളാണ് പറയാനുള്ളത്. ഒന്ന്, കമ്പനി പറയുന്ന നിർബന്ധിതമായിട്ടുള്ള സർവീസുകൾ എന്താണോ അത് ആ പീരിയഡിക് സർവീസിൽ അത് ഉൾപ്പെടുത്തുക. അതിൽ കൂടുതൽ നിങ്ങൾ ഒന്നും ചെയ്ത പൈസ തരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ അവിടെ തീരും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, സംശയം തോന്നുന്ന വലിയ റിപ്പയറിങ്ങുകൾ പറയുമ്പോൾ നമ്മളൊരു സെക്കൻഡ് ഒപ്പീനിയനോട് എടുക്കുക. അതിലൊരു അപകടമൊക്കെ ഉണ്ട്. നമ്മുടെ സർവീസ് ഇതിൽ ഒരു എൻ്റർ ചെയ്ത് വെക്കാം, ഇന്ന കംപ്ലൈൻറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റാം. അതൊരു അപകടം തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും വേറെ ചില വഴികളിലൂടെയൊക്കെ നമുക്കത് ചെക്ക് ചെയ്ത് ഉറപ്പാക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, അനാവശ്യമായ ഈ ആഡ് ഓണുകളോട് നോ പറയുക. ഇപ്പം നമ്മളൊരു വണ്ടി പുറമെ പോയിട്ട് ഇൻറ്റീരിയർ വാക്വം ചെയ്ത് വാഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ഒരു 350 രൂപയാണെങ്കിൽ ഇവിടെ പോയി അത് 600 തൊട്ട് 750 രൂപ വരെ അവർ വാങ്ങിക്കുന്നില്ലേ? എൻ്റെ ഡാഷ്ബോർഡിൽ വെറുതെ ഒരു 3M എന്ന് പറഞ്ഞിട്ട് അവർ ജസ്റ്റ് ഒരു സ്പോഞ്ച് ഒടിച്ച് ഒരു പോളിഷ്, അത് ഒരു 3-4 ദിവസത്തേക്ക് എനിക്കത് ഫീൽ ചെയ്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് എനിക്കൊരു ഇതായിട്ട് തോന്നിയില്ല. അതിന് 600-700 രൂപ വാങ്ങിക്കുന്നു. ഓക്കെ, ഈ AC-യുടെ വെൻറ്റ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 10-600 രൂപ ആ വഴിക്ക് എഴുതി വാങ്ങിക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്തിനാണ്? ഇത്തരം കാര്യങ്ങൾ നമ്മൾ പുറമെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ 50% ഇതിന് കുറച്ചും കൂടി നന്നായിട്ട് അവർ ആ സർവീസ് തരുന്നില്ലേ? അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു ചിന്ത നമുക്ക് ഒഴിവാകും ചെയ്യും. EV ഒരു മികച്ച സാങ്കേതികതയാണ്. ഫ്യൂച്ചർ EV തന്നെയാണ്. ഇനിയൊരു ഒരുപാട് വർഷത്തേക്ക് EV തന്നെയാണ് ഫ്യൂച്ചർ. പക്ഷെ അതിൻ്റെ പേരിൽ നടക്കുന്ന ഈ ചൂഷണങ്ങൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാതിരിക്കാൻ പറ്റില്ല. അത് നമ്മൾ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾക്കും EV യൂസേഴ്സ് ആയിരിക്കും ഇത് കൂടുതൽ കാണുന്നത്. നിങ്ങൾക്ക് ഒരുപാട് തിക്താനുഭവങ്ങൾ ഉണ്ടായിരിക്കും. അതൊന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതാണ്. നമുക്കിതെല്ലാം ഒരു മീഡിയ ഉണ്ടല്ലോ, ഇപ്പോൾ സോഷ്യൽ മീഡിയ, ഇതിലൂടെ പുറത്തേക്ക് കൊണ്ടുവരണമേ. ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനികൾ നമ്മളെ ഒരു ഗിനിപ്പന്നിയായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ എന്തിനു നിന്നു കൊടുക്കണം? പലപ്പോഴും ഒരു മെച്യൂർഡ്, എന്താ പറയുക, ഒരു റിഫൈൻഡ് ആയിട്ടുള്ള ടെക്നോളജി അല്ലെങ്കിൽ റിഫൈൻഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആവുന്നതിന് മുമ്പ് വണ്ടി നിരത്തിലിറക്കുകയും എന്നിട്ട് പലപ്പോഴും നമ്മളോട് ഒരു കുഴപ്പമില്ല, ഒരു 10ന്റെ സ്പാനർ കയ്യിൽ പിടിച്ചാൽ മതി എന്ന് പറയുന്ന ധാർഷ്ട്യം എങ്ങനെയാണ് കമ്പനികളിൽ ഉണ്ടാവുന്നത്? നമ്മൾ എന്തും സഹിക്കും എന്ന് അവർ കരുതുന്നതുകൊണ്ടല്ലേ? നമുക്ക് പ്രതികരിക്കേണ്ടേ അത്തരം കാര്യത്തിൽ? EV ടോക്സിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പിസോഡ് അവസാനിക്കുകയാണെങ്കിലും നമ്മളൊരു ചർച്ചയുടെ തുടക്കമായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. എന്തെല്ലാം തിക്താനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായി, സർവീസ് സെന്ററിൽ നിങ്ങൾ എങ്ങനെ കബളിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അടുത്ത എപ്പിസോഡുകളിൽ അത് ഉൾപ്പെടുത്താം. നമുക്കത് ചോദ്യം ചെയ്യാം. താങ്ക് യു.